ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് തേങ്ങാപ്പാൽ ചേർത്ത രാജ്മ കറിയാണ്. അതിനായിട്ടൊരു 100 ഗ്രാം രാജ്മ പയർ 6-7 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇത് വേവിച്ചെടുത്ത പയറാണ്, അതൊന്ന് മാറ്റി വെച്ചേക്കാം. ഒരു ചെറിയ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും പിഴിഞ്ഞെടുത്തതാണിത്. ഇനി ഒരു പാനിൽ 1 സ്പൂൺ വീതം പെരിഞ്ജീരകവും ജീരകവും ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു വലിയ സവാള അരിഞ്ഞതും 1/2 തക്കാളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ നിറം മാറി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ അളവിൽ തന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ മല്ലിപ്പൊടി അതേ സ്പൂൺ അളവിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകാതെ ചെറുതീയിലിട്ട് വേണം വറുത്തെടുക്കാൻ. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിയുടെ തിക്നെസ്സിന് വേണ്ടിയിട്ട് ഒരു 1-1.5 സ്പൂൺ കടലമാവാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. കടലമാവിട്ട് ഒരു 1-2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 2-ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്, അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ്. നമുക്ക് അപ്പം, ഇഡലി, ദോശ എന്നിവയ്ക്കൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന രാജ്മ പയർ കൂടി ചേർത്ത് കൊടുക്കാം. എത്ര വേണമോ അതനുസരിച്ച് പയർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നതല്ല, വെറും തേങ്ങാപ്പാൽ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്ക് കറി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറിയല്ലേ ഇപ്പം നല്ല തിളച്ച് വരുന്നുണ്ട്. കറിയെല്ലാം നല്ല തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് തേങ്ങയുടെ 1-ാം പാലാണ്. ഇത് നല്ല കട്ടി തേങ്ങാപ്പാലാണ്, അതുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം നമുക്ക് 1-2 മിനിറ്റ് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള രാജ്മ തേങ്ങാക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.